ലോകകപ്പിൽ അരങ്ങേറിയ അടുത്ത മത്സരത്തിൽ ശക്തരായ 2 ടീമുകൾ ഏറ്റുമുട്ടി. നമ്പർ 1 ഇംഗ്ലണ്ട്, നമ്പർ 2 ക്രൊയേഷ്യ. ഇംഗ്ലണ്ടും ക്രൊയേഷ്യയും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തിൽ 4-2 ഇംഗ്ലണ്ട് ക്രൊയേഷ്യയെ കെട്ടിച്ചു. ക്രൊയേഷ്യ എന്ന് പറയുമ്പോൾ ശക്തമായ ടീമെന്ന് ഞാൻ പറയാൻ കാരണം 2018 അവർ ഫൈനൽ കളിച്ച ടീമാണ്. ആലോചിക്കണം, 2018 റഷ്യയിൽ അവർ ഫൈനൽ കളിച്ചാണ്. ആരായിട്ട് കളിച്ചത്? ഫ്രാൻസായിട്ട് കളിച്ചത്. ഫ്രാൻസ് ലോക ചാമ്പ്യന്മാരായി, പക്ഷേ ഫൈനലിലേക്ക് എത്തണമെങ്കിൽ ശക്തമായ ടീം തന്നെയാണ്. 2022 വേൾഡ് കപ്പിൽ പ്രീ ക്വാർട്ടർ ഫൈനലിൽ ബ്രസീലിന് മുട്ടുകുത്തിച്ച ടീമാണ് ക്രൊയേഷ്യ. ചിലരുടെ ടീമല്ല, ശക്തരായ 2 ടീം തന്നെയായിരുന്നു. അത് ആദ്യ പകുതിയിൽ അടിയും തിരിച്ചടി തന്നെയായിരുന്നു. ആദ്യം ലീഡ് എടുത്തത് ഇംഗ്ലണ്ടായിരുന്നു. പെനാൽറ്റി ഹാരി കെയിൻ്റെ വക. ആദ്യം പെനാൽറ്റിക്ക് എടുക്കുന്നു, ഗോളി പെനാൽറ്റിക്ക് എടുക്കുന്നതിനൊക്കെ മുമ്പ് ഫ്രണ്ടിലേക്ക് ചാടി വന്ന് തടുക്കുന്നു, പക്ഷെ അത് ഫൗളാണ് വിധിക്കുന്നു. 2ാം എടുക്കുന്നു, കംഫർട്ടബിളായിട്ട് ഹാരി കെയിൻ ഗോൾ അടിക്കുന്നു. പിന്നാലെ അവരുടെ കളിക്കാരൻ്റെ പേര് വിട്ടുപോയിട്ടു. അവർ സമനില ഗോൾ നേടുന്നു. ഒരു മിനിറ്റ്, കളിക്കാരൻ്റെ ഞാൻ പേര് പറഞ്ഞുതരാം. കളിക്കാരൻ്റെ പേര് ബാറ്റുറീന വന്നിട്ട് അവർക്ക് ഗോൾ അടിക്കുന്നു. എന്താണ് ലൈറ്റ് വെച്ചിട്ടുണ്ട്, അത് കാരണം കൊണ്ടാണ്. ഓക്കെ, ബാറ്റുറീന വന്നവർക്ക് സമനില ഗോൾ നേടുന്നു. പിന്നെയും ഹാരി കെയിൻ വന്നൊരു കിടിലൻ കോർണറിൽ നിന്ന് കിടിലൻ ഹെഡർ ഗോൾ നേടുന്നു. കോർണർ ആരെടുക്കണേ? ആർസണലിൻ്റെ കിടിലൻ പ്ലെയറായ ഡെക്ലൻ റൈസാണ് അവർക്ക് വേണ്ടി കോർണർ എടുക്കണേ. അറിയാലോ, ഡെക്ലൻ റൈസ് ആർസണലിന് വേണ്ടിയിട്ട് സെറ്റ് പീസുകളുടെ ആശാനാണ്. കോർണർ എടുക്കുന്നു, ആരും മാർക്ക് ചെയ്യാതിരുന്ന ഹാരി കെയിൻ ചാടി വീണ ഹെഡർ ഗോൾ അടിക്കുന്നു, ഹെഡ് ചെയ്യുന്നു, ഗോൾ അടിക്കുന്നു. 2-1. ഹാഫ് ടൈം തൊട്ട് മുമ്പ് മൂസ വന്നിട്ട് ക്രൊയേഷ്യക്ക് വേണ്ടി ഒരു ഗോൾ അടിക്കുന്നു. സമനില. കളി ഹാഫ് ടൈമിന് പിരിയുമ്പോൾ 2-2 സമനില. അടി തിരിച്ചടി. ഹാഫ് ടൈം കഴിഞ്ഞ് കളി തുടങ്ങിയുള്ള 47 മിനിറ്റിൽ ജൂഡ് ബെല്ലിങ്ങാമിനെ പരിചയമുണ്ടല്ലോ അല്ലേ? റയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കുന്ന മിഡ്ഫീൽഡർ. കഴിഞ്ഞ യൂറോ കപ്പ് കണ്ടവർക്കറിയാം, കഷ്ടതയിൽ നിന്നിരുന്ന ഇംഗ്ലണ്ടിന് അവസാന നിമിഷങ്ങളിൽ ഗോൾ അടിച്ച് രക്ഷപ്പെട്ടതൊക്കെ ജൂഡ് ബെല്ലിങ്ങാം ആയിരുന്നു. ഈ ജൂഡ് ബെല്ലിങ്ങാം വന്നിട്ട് ഇംഗ്ലണ്ടിനെ ലീഡ് നേടിക്കൊടുക്കുന്നു 3-2. അതാണ് കംഫർട്ടബിളായി ഇംഗ്ലണ്ട്. പക്ഷേ ക്രൊയേഷ്യ എപ്പോൾ വേണം തിരിച്ചടിക്കാനുള്ള ലെവലുള്ള ടീമാണ്, വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ അവസാനം കളി തീരാൻ ബാക്കിയുള്ള ഏതാണ്ട് 85 മിനിറ്റിൽ മാർക്കസ് റാഷ്ഫോർഡിൻ്റെ സീസൺ വലിയ നല്ല സീസണാണെന്ന് ഞാൻ പറയുന്നില്ല. ക്ലബിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നേരെ എവിടേക്ക് പോകുന്നു? മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് ബാഴ്സലോണയ്ക്ക് പോകുന്നു. ബാഴ്സലോണയിൽ നിന്ന് ലാ ലീഗ കിരീടം എടുക്കുന്നു. മോശമില്ലാത്ത പ്രകടനം, വലിയ പ്രകടനം, മോശമില്ലാത്ത പ്രകടനം കാഴ്ചവെക്കുന്നു. ഇംഗ്ലണ്ട് ടീമിലേക്ക് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല വിളി വരുന്നു, പക്ഷേ ഇംഗ്ലണ്ട് ടീമിലേക്ക് വിളി വന്നു. ആദ്യ കളിയിൽ സബ്ബായിട്ട് ഇറങ്ങുന്നു, ഗോൾ അടിക്കുന്നു. എന്തായാലും മികച്ച പ്രകടനം ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്ത് നിന്ന്. 4-2 എന്നുള്ള കംഫർട്ടബിൾ സ്കോറിൽ ഇംഗ്ലണ്ട് ആദ്യ മത്സരത്തിൽ ക്രൊയേഷ്യ കീഴടക്കി ജയിക്കുന്നു. എക്സ്പെക്റ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ശക്തമായ ടീം തന്നെയാണ്, പക്ഷേ ഒരു പടി മുൻതൂക്കം ഇംഗ്ലണ്ടിനുണ്ട്. കാരണം പോർച്ചുഗലിന് പറഞ്ഞ പോലെ, സ്പെയിനിന് പറഞ്ഞ പോലെ ലോകോത്തര താരങ്ങൾ കുറേ ഉണ്ട്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് തിളച്ച് മറിയുന്ന ഒരിടമാണ് ഇംഗ്ലണ്ട് നാഷണൽ ഫുട്ബോൾ ടീം. അപ്പോൾ പിന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ ഈ എത്ര വലിയ ടീമായിട്ട്, ഏത് വേൾഡ് കപ്പ് ആയാലും വലിയ ടീമായിട്ട് വന്നിട്ട് ചൂളി പോകുന്ന സൈഡാണ് ഇംഗ്ലണ്ട് സൈഡ്. ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ. കാരണം എന്നും വരുന്ന പോലെയല്ല, ഇപ്പോഴത്തെ കോച്ച് മാറിയിട്ടുണ്ട്. അവരുടെ കോച്ച് നമ്മുടെ ടുഷേല് പേര് പറഞ്ഞു, ടുഷേലാണ് അവരുടെ കോച്ച്. അറിയാലോ അല്ലേ? ചെൽസിയുടെ ചാമ്പ്യൻസ് ലീഗ് വിന്നിങ് കോച്ചായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ കിരീടം കിട്ടി, കുറച്ച് കഴിഞ്ഞപ്പോൾ ആളെ പുറത്താക്കി. അപ്പം അങ്ങേര് കപ്പാസിറ്റിയുള്ള കുറച്ച് ചിന്തിക്കുന്ന കോച്ചാണ്. അത് കാരണം കൊണ്ടാണ് പറഞ്ഞത് ഈ സീസൺ കുറച്ച് പ്രതീക്ഷിക്കണം. ഇതിലും അതെ, ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആയിട്ടുള്ള കുറേ പേരുണ്ട്. ഡെക്ലൻ റൈസ്, ജൂഡ് ബെല്ലിങ്ങാം, ഹാരി കെയിൻ, പിന്നെ ബുക്കായ സാക്ക, കുറേ പേരുണ്ട്. ഇൻഡിവിജ്വൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുറേ പേരുണ്ട്. പിന്നെ റീസ് ജെയിംസ് ചെൽസിയുടെ, സ്റ്റോൺസ് ഉണ്ട്. അങ്ങനെ കുറേ ഇൻഡിവിജ്വൽ സ്റ്റാറുകൾ അവരുണ്ട്. പക്ഷേ ഈ ഇൻഡിവിജ്വൽ സ്റ്റാറിനൊക്കെ ഒത്തിണക്കി കൊണ്ടുപോകാൻ മോർഗൻ, നമ്മുടെ ആസ്റ്റൺ വില്ലത്തെ ഈ ഇൻഡിവിജ്വൽ സ്റ്റാർസിനൊക്കെ ഒത്തിണക്കി കൊണ്ടുപോകാൻ ടുഷേലിന് എങ്ങനെ കഴിയുന്നു, അതിനനുസരിച്ചിരിക്കും ഇംഗ്ലണ്ടിൻ്റെ ഈ ലോകകപ്പിലെ പ്രതീക്ഷകൾ. അപ്പോൾ അതുപോലെ തന്നെ ആവട്ടെ. ഇനി തുടക്കം ഗംഭീരമാക്കിയിട്ട് ഇംഗ്ലണ്ട് 4-2 ജയിച്ച് കയറി.